Hello all, ഈ വീഡിയോയിലെ ഡയറക്റ്റഡ് ഗ്രാഫ്സിലെ കുറച്ച് ടെർമിനോളജീസ് നോക്കാം. So, what is directed graph? A directed graph is a digraph എന്നും പറയും. A directed graph, also known as digraph, is a graph in which every edge has direction assigned to it. ഒരു ഗ്രാഫിലെ എല്ലാ എഡ്ജസിനും ഡയറക്ഷൻ അസൈൻഡ് ആണെങ്കിൽ ആ ഗ്രാഫിനെ നമുക്ക് ഡയറക്റ്റഡ് ഗ്രാഫ് അല്ലെങ്കിൽ ഡയഗ്രാഫ് എന്ന് പറയാം. അതായത് ആ ഗ്രാഫിന്റെ കേസിൽ ഒരു എഡ്ജ് എടുക്കുമ്പോൾ ഏതാണ് ബിഗിനിങ് നോഡ് ഏതാണ് എൻഡിങ് നോഡ് എന്ന് ക്ലിയർലി സ്പെസിഫൈഡ് ആണെങ്കിൽ. An edge of a directed graph is given as an ordered pair u, v. ഓരോ നോഡിന്റെയും എഡ്ജിനെ നമുക്ക് u, v ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. And for an edge u, v, the edge begins at u and terminates at v. u, v എടുത്താൽ u will begin ചെയ്യും, v ൽ end ചെയ്യും. U is known as origin or initial point. V ന് എന്താ പറയാ, destination or termination point of E. U is a predecessor of V and V is a successor of U. ഇപ്പം initial point നെ predecessor എന്നും termination point നെ successor എന്നാണ് പറയാ. And we know that U and V are adjacent അല്ലെങ്കിൽ neighbors ആണ്. And നമുക്ക് ഈ കുറച്ച് terminologies നോക്കാം. First, what is out degree of a node? Out degree of a node U, which is written as out dig of U, is number of edges that originate at U. U will originate ചെയ്യുന്ന edges ന്റെ എണ്ണം. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, out degree എന്ന് പറയുന്നത്. അതായത് U ആയിരിക്കണം അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ആ ഒരു എഡ്ജിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അങ്ങനെ U സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എത്ര എഡ്ജസ് ഉണ്ടോ അതിന്റെ കൗണ്ടിനെയാണ് out degree എന്ന് പറയുന്നത്. In degree, the integrity of a node U is written as INDEG of U is a number of edges that terminates at U. ഒരു particular U എന്ന് പറഞ്ഞ നോഡിൽ എത്ര എഡ്ജസ് ടെർമിനേറ്റ് ആകുന്നുണ്ട് അല്ലെങ്കിൽ U എത്ര എഡ്ജുകളുടെ എൻഡ് പോയിന്റ് ആകുന്നുണ്ട് അതിന്റെ സമ്മിനെയാണ് ഇന്റഗ്രി എന്ന് പറയുന്നത്. ടോട്ടൽ ഡിഗ്രി എന്തായിരിക്കും, സം ഓഫ് ഇന്റഗ്രി ആൻഡ് ഔട്ട് ഡിഗ്രി. നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തൂടെ, degree of U is equal to integrity of U plus out degree of U എന്ന് പറഞ്ഞ് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം. സോ ഇവിടെ ഒരു ഗ്രാഫ് ആണ്, ഇതിന്റെ ഓരോന്നിന്റെയും ഇന്റഗ്രി ഔട്ട് ഡിഗ്രി നോക്കാം. ഈ ഒരു പെർട്ടിക്കുലർ നോഡ് ഇതിന്റെ ഇന്റഗ്രി എന്താണ്, ഔട്ട് ഡിഗ്രി എന്താണ്. ഇതിലോട്ട് ടെർമിനേറ്റ് ആകുന്ന ഒരു എഡ്ജ് ഉണ്ട്, ഇതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു എഡ്ജ് ഉണ്ട്. സോ ഇന്റഗ്രി 1 ഔട്ട് ഡിഗ്രി 1. ഈ നോഡ് കൺസിഡർ ചെയ്യുമ്പോഴോ ഇതിൽ എൻഡ് ചെയ്യുന്ന ഒന്നുണ്ട്, then ഇതിലെ ബിഗിൻ ചെയ്യുന്ന രണ്ട് എഡ്ജസ് ഉണ്ട്, ഇതുമുണ്ട് ഇതുണ്ട്. ഇൻ ഡിഗ്രി 1 ഔട്ട് ഡിഗ്രി 2. ഈ കേസിലോ ദിസ് കേസ് തേർഡ് കേസ് ആവുമ്പോൾ എന്താണ്, ഇതിൽ ടെർമിനേറ്റ് ആകുന്ന നോഡാണ് ഉള്ളത് അല്ലെ, അല്ലാതെ ബിഗിൻ ചെയ്യുന്ന നോഡില്ല. സോ ഇവിടെ ഈ കേസിൽ വരുന്നത് ഇറ്റ്സ് ഇൻ ഡിഗ്രി 0 ആൻഡ് ഔട്ട് ഡിഗ്രി 1. ഇതിൽ ടെർമിനേറ്റ് ആകുന്ന ഈ ഒരു എഡ്ജ് ഉണ്ട്, ബട്ട് ഇവിടെ ബിഗിൻ ചെയ്യുന്ന എഡ്ജ് ഇല്ല. സോ നെക്സ്റ്റ് ടെർമിനോളജി, ഐസൊലേറ്റഡ് വെർട്ടെക്സ്. A vertex with degree 0 is called an isolated vertex. ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യാം, അതിന് എൻഡ് പോയിന്റ്സ് ഒന്നുമില്ല, സ്റ്റാർട്ടിംഗ് എൻഡ് പോയിന്റും ഇല്ല, ടെർമിനേഷൻ എൻഡ് പോയിന്റും ഇല്ല. അങ്ങനത്തെ ഒരു വെർട്ടെക്സിനെയാണ് ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഇസ് പെന്റന്റ് വെർട്ടെക്സ്, ഓൾസോ നോൺ ആസ് ലീഫ് വെർട്ടെക്സ്. A vertex with degree 1. Degree 1 ആയിട്ടുള്ള വെർട്ടെക്സിനെയാണ് പെന്റന്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. And what is cut vertex? A vertex which when deleted would disconnect the remaining graph. ഒരു വെർട്ടെക്സ് നമ്മൾ ഡിലീറ്റ് ചെയ്തു, അപ്പോൾ ആ വെർട്ടെക്സ് എന്താകും, ഗ്രാഫിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആവും. അങ്ങനത്തെ ഒരു വെർട്ടെക്സിനെയാണ് കട്ട് വെർട്ടെക്സ് എന്ന് പറയുന്നത്. Source. A node U is known as source if it has a positive out degree but a 0 in degree. ഒരു പെർട്ടിക്കുലർ നോഡിനെ യു എന്ന് പറയണമെങ്കിൽ അതിന്റെ ഔട്ട് ഡിഗ്രി പോസിറ്റീവ് നമ്പർ ആയിരിക്കണം, എന്നാൽ ഇൻ ഡിഗ്രി 0 ആയിരിക്കണം. അതായത് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എഡ്ജസ് ഉണ്ടായിരിക്കണം, എൻഡ് ചെയ്യുന്ന എഡ്ജസ് ഉണ്ടാവരുത്. സിങ്ക്. A node U is known as sink if it has a positive in degree but a 0 out degree. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഒരു പെർട്ടിക്കുലർ നോഡ് അതെല്ലാം ടെർമിനേറ്റ് ആകുള്ളൂ, ആ നോഡിൽ ഒന്നും അവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യില്ല. Now, കുറച്ച് ടെർമിനോളജീസ് നോക്കാം. റീച്ചബിലിറ്റി. A node V is said to be reachable from node U if and only if there exists a directed path from node U to V.
യുവിൽ നിന്ന് വിയിലേക്ക് ഒരു ഡയറക്റ്റഡ് പാത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വിനെ എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് റീച്ചബിൾ എന്ന് പറയാൻ പറ്റും. Next, strongly connected digraph. A digraph is said to be strongly connected if and only if there exists a path between every pair of nodes in G. That is, if there is a path from node U to V, then there must be a path from node V to U. Directed graph il U ൽ നിന്ന് V ലേക്ക് path ഉണ്ട് എന്ന് വെച്ച് it doesn't mean that there's a path from V to U. Suppose digraph il എല്ലാ നോഡ്സും തമ്മിൽ ഒരു പാത്ത് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ we can call it as strongly connected directed graph. Unilaterally connected. A digraph is said to be unilaterally connected if there exists a path between any pair of nodes U, V in G such that there is a path from U to V or V to U. രണ്ട് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. either U to V ഉണ്ടായാൽ മതി അല്ലെങ്കിൽ V to U ഉണ്ടായാൽ മതി. Next terminology, what is weakly connected digraph? A digraph is said to be weakly connected if it is connected by ignoring direction of edges. അതായത് direction connected ആണ് but എല്ലാ possible traversingും പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ weakly connected എന്ന് പറയാം. It is possible to reach any node from any other node by traversing edges in any direction. ഏതെങ്കിലൊക്കെ ഡയറക്ഷൻ വഴി ട്രാവേഴ്സ് ചെയ്തിട്ടാണ് വൺ നോഡിൽ നിന്ന് വേറെ നോഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ കേസിലാണ് വീക്ക്ലി കണക്റ്റഡ് ഡയഗ്രാഫ് എന്ന് പറയുന്നത്. The nodes in a weakly connected digraph must have either out degree or in degree of at least 1. ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് നോഡ് എടുത്താലും അതിന്റെ ഔട്ട് ഡിഗ്രി അല്ലെങ്കിൽ ഇൻ ഡിഗ്രി 1 വരണം. എന്നാൽ മാത്രമേ എങ്ങനെയെങ്കിലൊക്കെ നമുക്കൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. And now what is parallel or multiple edges? Distant edges which connect the same endpoints are called multiple edges. അതായത് E is equal to U, V, E dash equal to U, V എന്ന് പറഞ്ഞാൽ Eയും E ഡാഷും എന്താണ്? മൾട്ടിപ്പിൾ എഡ്ജസ് ആണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഈ ഒരു എഡ്ജും ഈ ഒരു എഡ്ജും മൾട്ടിപ്പിൾ എഡ്ജ് ആണ്. കാരണം രണ്ട് സെയിം വേർട്ടെക്സുകളെയാണ് അത് കണക്ട് ചെയ്യുന്നത്. അങ്ങനത്തെ എഡ്ജസിനെയാണ് മൾട്ടിപ്പിൾ എഡ്ജസ് ഓർ പാരലൽ എഡ്ജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് is simple directed graph. A directed graph G is said to be simple directed graph if and only if it has no parallel edges. Parallel edges ഇല്ലെങ്കിൽ നമുക്ക് ആ ഗ്രാഫിനെ simple directed graph എന്ന് പറയാം. എന്ന് വെച്ച് ചിലപ്പോ simple directed ഗ്രാഫിൽ സൈക്കിൾസ് ഉണ്ടാക്കാം. So, thank you for watching.